നമസ്കാരം. മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മിൽ പലരും ഈ ഒരു ഹെൽത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പലരും വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പലരും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും കഷ്ടപ്പാടിലൂടെ മാത്രമേ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ വെയിറ്റ് കുറയാനും വെയിറ്റ് കൂടാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് മുന്നിലേക്ക് ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം എന്നൊക്കെ, ഒരു പ്രചോദനം എന്ന രീതിയിലൊക്കെ ഒരാൾ എത്തിയിരിക്കുകയാണ്. താരം സൗഭാഗ്യ വെങ്കിടേഷ്. സൗഭാഗ്യയുടെ പുത്തൻ ലുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. 3 മാസം കൊണ്ട് സൗഭാഗ്യ 16 കിലോ കുറച്ചു. ഒസംപിക് എന്ന കുത്തിവയ്പ്പിലൂടെയാണ് വേഗത്തിൽ ശരീരഭാരം കുറഞ്ഞതെന്ന് സൗഭാഗ്യ വ്യക്തമാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉയരും. എന്താണ് ഒസംപിക്? അത് അപകടമാണോ? എന്താണ് അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ വിശദമായിട്ട് നോക്കാം. ഒസംപിക് എന്നത് സെമാഗ്ലൂട്ടൈഡ് എന്ന മരുന്നിൻ്റെ ബ്രാൻഡ് നാമമാണ്. GLP-1 റിസപ്റ്റർ അഗോണിസ്റ്റ് എന്നറിയപ്പെടുന്ന മരുന്ന് വിഭാഗത്തിൻ്റെ ഭാഗം. ഇത് ആദ്യം വികസിപ്പിച്ചത് ടൈപ്പ് 2 പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വിശപ്പ് കുറയ്ക്കുകയും വിശപ്പ് വീണ്ടും തോന്നുന്നതിൻ്റെ വേഗം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നതിനാൽ ശരീരഭാരം കുറയാനും ഇത് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒസംപിക് വ്യാപകമായി ഭാരം കുറയ്ക്കാനുള്ള ചികിത്സയ്ക്കും ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്നല്ലേ? GLP-1 മസ്തിഷ്കത്തിലെ ഹൈപ്പോതലാമസ് ഉൾപ്പെടെയുള്ള വിശപ്പിനെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കും. ഇതിലൂടെ വിശപ്പ് കുറയും. ചെറിയ അളവിൽ ഭക്ഷണം കഴിച്ചാലും വയർ നിറഞ്ഞതായി തോന്നും. ഭക്ഷണത്തോടുള്ള അമിത ആഗ്രഹം കുറയ്ക്കും. മാത്രമല്ല, ഭക്ഷണം കഴിച്ചാൽ ആമാശയത്തിൽ നിന്നത് ചെറുകുടലിലേക്ക് വേഗത്തിൽ നീങ്ങുകയും ചെയ്യും. GLP-1 മരുന്നുകൾ ഈ പ്രക്രിയ മന്ദഗതിയിലാക്കുന്നതിനാലാണ് വിശപ്പ് കുറയുന്നത്. മാത്രമല്ല, ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നു. ഇതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റ് എന്ന് നോക്കാം. ഒസംപിക് സുരക്ഷിതവും താരതമ്യേന പാർശ്വഫലങ്ങൾ കുറവാണെന്ന അവകാശവാദങ്ങൾ ഒരു വശത്ത് ഉയരുണ്ട്. എങ്കിൽ പോലും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഛർദി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മലബന്ധം, വയറുവേദന തുടങ്ങിയ സാധ്യതകളൊക്കെ ഉണ്ട്. വിശപ്പില്ലായ്മയുടെ ഫലമായി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതോടെ ശരീരത്തിൽ വിവിധ പോഷകങ്ങളുടെ അഭാവത്തിനും ഇതിടയാക്കാറുണ്ട്. അപൂർവമായി ചിലരിൽ പാൻക്രിയാറ്റൈറ്റിസും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിദഗ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. മരുന്ന് ആരൊക്കെ ഉപയോഗിക്കുക, ആർക്കൊക്കെ ഉപയോഗിച്ചുകൂടാന്ന് നോക്കാം. അമിതവണ്ണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രമേഹം എന്നിവ ഉള്ളവർക്കാണ് ഇത്തരം ചികിത്സ സാധാരണയായി ഉപയോഗിക്കാറുള്ളത്. വെറും സൗന്ദര്യപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യ വിദഗ്ധർ ശുപാർശ ചെയ്യില്ല. ഒസംപിക് ഉപയോഗം പ്രമുഖരായ പലരും പരസ്യമാക്കിയതോടെയാണ് സാധാരണക്കാർക്കിടയിലും ഇത്തരത്തിൽ ഈ ഒരു മരുന്നിന് പ്രചാരം ഏറിയത്. അതേസമയം ഇതിനെക്കുറിച്ച് സൗഭാഗ്യ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. താരത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു. ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം ഓപ്പണായിട്ടാണ് സംസാരിച്ചത്. എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകണം. എല്ലാവരും ഇത് കണ്ടിട്ട് പോയിട്ട് എടുക്കട്ടെ എന്ന ഉദ്ദേശത്തോടെ അല്ല ഓപ്പണായി പറഞ്ഞത്. ഡയറ്റിലൂടെയും വർക്കൗട്ടിലൂടെയുമാണ് മെലിഞ്ഞതെന്ന് കള്ളം പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അക്കാര്യം തുറന്നു പറഞ്ഞത്. വേണമെങ്കിൽ എനിക്കങ്ങനെ തള്ളാമായിരുന്നു. ഉള്ളതുപോലെ പറയണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കള്ളം പറഞ്ഞ് ഒന്നും നേടാനില്ല. ഇഞ്ചക്ഷനൊപ്പം വർക്കൗട്ടും ഡയറ്റും ഫോളോ ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുന്നവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുമല്ല ഇത് തുറന്നു പറഞ്ഞത്. എളുപ്പ വഴി എന്ന നിലയിലല്ല ഇഞ്ചക്ഷൻ എടുത്തത്. വളരെ ആക്റ്റീവ് ലൈഫ് സ്റ്റൈലുള്ള ആളാണ് താൻ. അതിന് പുറമെ വർക്കൗട്ടും വ്യായാമവും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചതും അത് ഫോളോ ചെയ്തതും. എല്ലാവർക്കും പോയി എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷൻ അല്ല ഇത്. BMI കറക്റ്റ് ആയിരിക്കണം, നല്ല ചിലവുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക. എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും എടുക്കേണ്ടതില്ല. വ്യായാമവും ഡയറ്റും തന്നെയാണ് ഏറ്റവും ശരിയായ മാർഗമെന്നും സൗഭാഗ്യ വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവലംബിച്ചോളൂ. പക്ഷേ എല്ലാം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണമെന്നും